ഹായ് വെൽക്കം ടു Enquiries. 2019 സൗത്ത് കൊറിയൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള കിയ മോട്ടോഴ്സ് തങ്ങളുടെ ആദ്യത്തെ മോഡൽ ഇന്ത്യൻ വിപണിയിലേക്ക് അവതരിപ്പിക്കുന്നത്. സെൽറ്റോസ് എന്ന പേരിട്ട ആ ഒരു വാഹനം വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യൻ വാഹനപ്രേമികളുടെ ഇടയിലേക്ക് ഒരു തരംഗം സൃഷ്ടിക്കുകയായിരുന്നു. സെൽറ്റോസിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് സോണറ്റ്, കാരൻസ്, കാർണിവൽ, ഏറ്റവും ഒടുവിലായി EV6 വരെ എത്തി നിൽക്കുന്നു കിയയുടെ ആ ഒരു വാഹന നിര. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഏറ്റവും അവസാനമായി പുറത്തിറക്കിയ ആ ഒരു സെൽറ്റോസിൻ്റെ 2023 ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഇതിനു മുൻപുണ്ടായിരുന്ന മോഡലിൽ നിന്നും കുറേയധികം മാറ്റങ്ങളുമായിട്ടാണ് കിയ ഈ പുതിയ സെൽറ്റോസ് ഫേസ് ലിഫ്റ്റ് സെൽറ്റോസ് 2023 അവതരിപ്പിച്ചിരിക്കുന്നത്. വാഹനത്തിൻ്റെ പ്രധാന മാറ്റങ്ങൾ നോക്കിയാൽ മുൻഭാഗത്തും പിൻഭാഗത്തും കുറേയധികം മാറ്റങ്ങളുണ്ട്. വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് കുറേയധികം മാറ്റങ്ങളുണ്ട്. ഇതിലെല്ലാം ഉപരി അഡാസ്, അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന അഡാസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കിയ ഈ ഒരു വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റം എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, പ്രധാന മാറ്റം ഈ ഒരു മുൻഭാഗത്തെ ഗ്രില്ല് തന്നെയാണ്. കാരണം മുൻപുണ്ടായിരുന്ന സെൽറ്റോസിൽ നിന്ന് ഗ്രില്ല് വളരെ വലിയൊരു മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒരു കട്ടുണ്ടായിരുന്നു, അത് താഴേക്കാക്കിയിട്ടുണ്ട്, ഇവിടെ ആക്കിയിട്ടുണ്ട്, വലിയൊരു ഗ്രില്ല് തന്നെ നൽകിയിട്ടുണ്ട്. പിന്നീട് മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു DRലാണ്. മുൻപ് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ഈ ഒരു DRൽ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വ്യത്യസ്തമായിട്ട് ഈ ഹെഡ്ലൈറ്റിൽ നിന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെയായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതും ഗ്രില്ലിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ പോർഷൻ വരെ നൽകിയിട്ടുണ്ട്. അതാണ് ഒരു മാറ്റം. ഈ ഒരു DRൽ ഇവിടുന്ന് കണക്ട് ചെയ്ത് ഈ ഒരു ഭാഗം വരെ നിൽക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ ഒരു പ്രധാനപ്പെട്ട മാറ്റമുള്ളത്, ഇതിനകത്ത് നേരത്തെ 4 പോർഷൻ ആയിരുന്നെങ്കിൽ അത് 3 പോർഷനാക്കി കുറച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. പിന്നീട് ഇവിടെ ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്, അത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോഗ് ലാമ്പാണ്. ഇത് ഐസ് ക്യൂബ് ഡിസൈൻ എന്നാണ് കിയ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മുൻപ് ഉണ്ടായിരുന്നതിൽ ഇവിടെ ഒരു 3 ഐസ് ക്യൂബ്സിൻ്റെ ഒരു ഡിസൈനിലായിരുന്നു ആ ഫോഗ് ലാമ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 4 ഐസ് ക്യൂബ്സ് എന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇവിടുത്തെ 4 3 ആക്കുകയും ഇവിടുത്തെ 3 4 ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. മുൻഭാഗത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ഈ ഒരു ബമ്പറിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് എലമെൻറ്റുകളൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് മുൻഭാഗത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ടയർ സൈസിലേക്ക് വന്നാൽ ഇത് GT ലൈൻ വേരിയൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കിടക്കുന്നത് 215/55 പ്രൊഫൈലുള്ള 18 ഇഞ്ചിൻ്റെ ടയറുകളാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതിൽ തന്നെ ഒരു ക്രിസ്റ്റൽ കട്ട് അലോയിയും നൽകിയിട്ടുണ്ട്. ഇതിന് GT ലൈനിന് താഴെയുള്ള വേരിയൻറ്റുകളിൽ ഈ ഒരു അലോയിസിൽ വ്യത്യാസമുണ്ടാകും. ഈ ഒരു ക്രിസ്റ്റൽ കട്ട് അലോയി അല്ല നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടയർ സൈസ് 18 എന്നുള്ളത് 17 ആവുകയും ചെയ്യും. അങ്ങനെ ഒരു മാറ്റം GT ലൈനിന് താഴെയുള്ള വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് വന്നാൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെ വാഹനത്തിൻ്റെ പിൻഭാഗത്ത് വരുത്തിയിട്ടുണ്ട്. ലുക്കിലൊക്കെ വളരെ വലിയ മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ്. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനിൽ വളരെ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലൊക്കെ മുൻപുണ്ടായിരുന്ന ആ ഒരു സെൽറ്റോസിൽ നിന്നും വളരെ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ടെയിൽ ലാമ്പിലേക്ക് വന്നാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്, ഒരു LED സ്ട്രിപ്പ് നൽകി. ഈ ബൂട്ട് ലിഡിൽ തന്നെ ഒരു LED ലൈറ്റ് നൽകിയിട്ടുണ്ട്. അത് കണക്റ്റഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. അത് വളരെ അത് വളരെ ഒരു മികച്ച ലുക്ക് തന്നെ നൽകുന്നുണ്ട്. പിന്നീട് ഇവിടേക്ക് വന്നാൽ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ബ്രേക്കിൻ്റെ ലൈറ്റ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു റിവേഴ്സിൻ്റെ ലൈറ്റ് നൽകിയിട്ടുള്ളത്. അതൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ ലുക്കിലൊക്കെ നല്ല വ്യത്യാസം തന്നെ നൽകിയിട്ടിരിക്കുന്നു. മുകളിലൊരു ഷാർഫിൻ ആൻറ്റിനയും നൽകിയിട്ടുണ്ട്. ഒരു സെൽറ്റോസിൻ്റെ ബാഡ്ജ്, ആ ഒരു സൈഡിലായിട്ട് GT ലൈൻ്റെ ബാഡ്ജും നൽകിയിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ആ ഒരു എക്സോസ്റ്റിൻ്റെ, ഇത് സിംഗിൾ എക്സോസ്റ്റ് ആണെങ്കിൽ ഒരു ഇതിപ്പോൾ ഡീസൽ വേരിയൻ്റാണുള്ളത് കേട്ടോ. ഇതിനൊരു പെട്രോൾ വേരിയൻറ്റിൽ ഡ്യുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ. അത് ഒറ്റ വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. ആ ഒരു പെട്രോൾ വേരിയൻറ്റ് ഒരു വേരിയൻറ്റിൽ മാത്രമാണ് ഇത് വരുന്നത്. പിന്നീട് നമുക്ക് ബൂട്ടിനകത്തേക്ക് പോയാൽ 433 ലിറ്ററിൻ്റെ വിശാലമായൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് സെൽറ്റോസിന് നൽകിയിട്ടുള്ളത്. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. വളരെ വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെൽറ്റോസിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലും നിരവധി
അപ്ഡേറ്റുകൾ വരുത്തിയിട്ടുണ്ട്. അത് ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനകത്തെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നിരവധി അപ്ഡേറ്റുകളാണ് കിയ ഈ ഒരു വാഹനത്തിനുള്ളിൽ വരുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ഒരു മുൻഭാഗത്തെ ഈ ഒരു ക്ലസ്റ്റർ തന്നെയാണ്. ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പ്ലസ് ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നുള്ളത് അത് ഒറ്റ ഡിസ്പ്ലേ ആയിട്ട്, ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. അത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. പിന്നെ അതിന് കൂടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, മുൻപുണ്ടായിരുന്ന സെൽറ്റോസിൽ സ്പ്ലിറ്റ് ആയിരുന്നു. ഒരു ഒറ്റ ഇതാണെങ്കിലും അതിൻ്റെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് ഉയർന്നു നിൽക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു വിസിബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം അഡാസാണ്. അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന അഡാസാണ്. ലെവൽ 2 ആണ് നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാന കാര്യം ഒന്ന് ലെയിൻ ആണ്. നമ്മുടെ ലെയിൻ കീപ്പ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റ് ഈ ഒരു വാഹനം നമുക്ക് നൽകും. അതായത് നമ്മൾ കൃത്യമായിട്ട് അഡാസിൻ്റെ ഫീച്ചർ ഓൺ ആണെങ്കിൽ റോഡിലെ വരകൾ കൃത്യമായി വാഹനം തന്നെ ഡിറ്റക്റ്റ് ചെയ്ത്, അതിനുവേണ്ടി മുൻഭാഗത്തും സെൻസറുകൾ റഡാറൊക്കെ നൽകിയിട്ടുണ്ട് റഡാസിന് വേണ്ടിയിട്ട്. അതായത് കൃത്യമായിട്ട് ആ ഒരു റോഡിലെ വരകൾ കൃത്യമായി ട്രാക്ക് ചെയ്തിട്ട് വാഹനം തന്നെ നമുക്ക് വാണിംഗ് തരും. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വാഹനം ലൈനിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വാഹനം തന്നെ അത് വാണിംഗ് തരും. അത് മാത്രമല്ല സ്റ്റിയറിങ്ങിലൊരു പിടുത്തവും ഉണ്ടാവും. അതൊരു മികച്ചൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഈ റോഡിൽ, നമ്മുടെ റോഡിൽ പലരും പാലിക്കാത്തൊരു കാര്യമാണ് ഈ ലൈൻ ട്രാഫിക് എന്ന് പറയുന്നത്. കൃത്യമായി ലൈൻ കീപ്പ് ചെയ്ത് പോകാറില്ല. അങ്ങനെ ചെയ്ത് തന്നെ പോകണം. കാരണം നമ്മൾ വാഹനം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഓടിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. കാരണം നമ്മൾ വാഹനം കൊണ്ട് പോകുന്ന സമയത്ത് റോഡിലൂടെ ബാക്കിയുള്ള ആളുകളും വാഹനവുമായിട്ട് പോകാറുണ്ട്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതൊരു കാര്യമാണ്. പലരും നേരെ ലൈൻ ഇപ്പോൾ റൈറ്റ് ട്രാക്കിൽ പോവുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ പോലും ഇടാതെ ലെഫ്റ്റിലേക്ക് തിരിയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം അങ്ങനെ നമുക്ക് സമ്മതിക്കില്ല. നമ്മൾ തിരിയാൻ ശ്രമിച്ചാൽ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ ടൈറ്റ് വരും. ഇനി നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് വാഹനം ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിയാനുള്ള സംവിധാനം, അതായത് സ്റ്റിയറിംഗ് ഫുള്ളി ഫ്രീ ആവും വെച്ചാൽ നമുക്ക് വളരെ ടൈറ്റായിരിക്കുകയല്ല, ചെറിയൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും. അതായത് തിരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒന്ന് ടൈറ്റാവും. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം, ഈ അഡാസ് ഫീച്ചർ ഉണ്ടെങ്കിലും നമ്മുടെ സേഫ്റ്റി, അത് നമ്മുടെ ഒരു അസിസ്റ്റ് മാത്രമാണ്. അഡാസിനെ പൂർണ്ണമായും അഡാസ് ഉള്ളത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതി നമ്മുടെ നിരത്തുകളിൽ ഓടിക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മുടെ നിരത്തുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ നമുക്ക് അഡാസ് ഉണ്ട്, ഓക്കെ, മുൻപിൽ പോകുന്ന വാഹനം എല്ലാം ചെക്ക് ചെയ്യും, നമുക്ക് അത്യാവശ്യത്തിന് ബ്രേക്ക് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ എല്ലാവരും അങ്ങനെ കീപ്പ് ചെയ്ത് പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് അഡാസ് നമുക്ക് അസിസ്റ്റ് ചെയ്യാനൊരു ഫീച്ചർ മാത്രമാണ്. അതുകൊണ്ട് അഡാസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കൈയും വിട്ട് ഇങ്ങനെ കൈ കെട്ടിയിരുന്ന് വണ്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള നമുക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്തൊക്കെ, ഇപ്പം നല്ല ലോങ് റൂട്ടാണ് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ശരിയാണ്, ചില സമയത്ത് കുറേ നേരം ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമുക്ക് കൈയെടുത്തൊന്ന് ഫ്രീ ആവാം, പ്രശ്നമില്ല. നമുക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു അസിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ അഡാസ് ഫീച്ചർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അഡാസിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡാസ് ഉണ്ട് എന്ന് കരുതി ഓവറായിട്ട് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന മാത്രമാണ്. ഇപ്പോൾ അഡാസിൻ്റെ ഒരു ഫീച്ചർ ഓണാക്കിയിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അതായത് മുൻപിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മുടെ വാഹനവും പോകുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ ഞാൻ ഓണാക്കിയിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ കാല് ഞാൻ എടുത്തിട്ട് വെച്ചേക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, റോഡിലെ വരകൾ കൃത്യമല്ല. അതുകൊണ്ട് തന്നെ വാഹനം ഇടയ്ക്കിടയ്ക്ക് ഒരു വശത്തേക്ക് പോകുന്നുണ്ട്. കൃത്യമായിട്ട് വാഹനത്തിന് ആ ഒരു മുന്നിലത്തെ ആ ഒരു റോഡിൻ്റെ സൈഡിലത്തെ ഒരു ലൈനിലെ ഒരു ലൈൻ ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ വാഹനത്തിൻ്റെ ഒരു സ്പീഡ് ഓട്ടോമാറ്റഡായിട്ട് കൺട്രോൾ ആവുകയാണ്. മുൻപിൽ പോകുന്ന ആ വാഹനത്തിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് ഒരു വാണിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ആ ഒരു വാഹനം സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കാണ് ഈ വാഹനം ബ്രേക്ക് ചെയ്യുന്നത്. ഞാൻ ബ്രേക്ക് ചെയ്യുന്നതല്ല. തന്നെത്താനെ ആക്സിലറേഷൻ, മുന്നിലത്തെ വാഹനം ഡിറ്റക്റ്റ് ചെയ്തിട്ട് തന്നെത്താനെ ആക്സിലറേഷൻ, അതുപോലെ തന്നെത്താനെ ബ്രേക്കിങ്ങും ഇത് ചെയ്യാണ്. കണ്ടില്ലേ, നമ്മുടെ ഒരു വാഹനം മുന്നിലൊരു വാഹനത്തെ ഡിറ്റക്റ്റ് ചെയ്ത് സ്റ്റോപ്പായിട്ടുണ്ട്. അതുകൊണ്ട് മുന്നിലത്തെ വാഹനം നിന്നു. ഇനി നമുക്ക് സിഗ്നൽ മാറുന്ന സമയത്ത്, നമ്മളിപ്പോൾ സിഗ്നലിലാണുള്ള, സിഗ്നൽ മാറുന്ന സമയത്ത് വാഹനം തന്നെത്താനെ ഇത് ചെയ്യും എന്നറിയാം. നമുക്കൊരു വാണിംഗ് തന്നിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ, അതായത് ആക്സിലേറ്ററിൽ
അപ്പം ആക്സിലേറ്റർ കാല് വെച്ചാൽ മാത്രമേ വാഹനം മൂവ് ആവുകയുള്ളൂ. കാരണം മുന്നിലത്തെ വാഹനം സ്റ്റോപ്പ് ആയതുകൊണ്ട് അത് ഡിറ്റക്ട് ചെയ്ത് ഈ ഒരു വാഹനം ഇപ്പോൾ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം മുന്നിലത്തെ വാഹനം നീങ്ങുന്നതനുസരിച്ച് നമ്മുടെ വാഹനവും നീങ്ങുമോ എന്ന് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇതാ സിഗ്നൽ മാറിയിട്ടുണ്ട്. മുന്നിൽ പോകുന്ന വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതാ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാഹനവും മൂവ് ആവുകയാണ്. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നില്ല. ആ ഒരു മുന്നിൽ പോകുന്ന വാഹനത്തെ ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാഹനവും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ വാഹനത്തിൻ്റെ സ്പീഡ് മാറുന്നതനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡും കൃത്യമായി മാറുന്നുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു ഫീച്ചർ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം നമ്മളുടെ സ്റ്റിയറിംഗ് വീലിൽ കൈ വെച്ചില്ല എന്നുണ്ടെങ്കിൽ വാഹനം ബീപ്പ് ശബ്ദം അടിക്കും, നമുക്ക് വാണിംഗ് തരും. അതൊരു വളരെ മികച്ച ഒരു അഡാസ് ഫീച്ചറായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് നേരം നമ്മൾ കൈ വെച്ചില്ല, നമ്മൾ ഇനി ഉറങ്ങിയോ എന്നൊക്കെ വണ്ടി ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. എന്തായാലും മുന്നിലൊരു KSRTC പോകുന്നുണ്ട്. നമ്മുടെ വാഹനം അതിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡ് ഇട്ടേക്കുന്നത് 36 അപ്പോൾ 36 സ്പീഡിൽ മാത്രമേ നമ്മുടെ വാഹനം പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വണ്ടി ഓടിക്കാം. ഞാൻ എൻ്റെ 2 കാലും ഫ്രീ ആക്കി കൈയും കെട്ടിയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ വാഹനം ഓടിക്കരുത്. ഇത് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ഫീച്ചർ മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വാഹനം ഇങ്ങനെ കൈയും കാലും വിട്ട് ഓടിക്കരുത്. ഇപ്പോൾ നമ്മൾ ഒന്ന് സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്ത സമയത്ത് വാണിംഗ് വന്നിരുന്നു. എനിക്ക് ഈ വണ്ടിയുടെ ഒരു നല്ല ഫീച്ചറായിട്ട് തോന്നുന്നത് ഈ ഒരു 360 ക്യാമറയുടെ ക്വാളിറ്റിയാണ്. വളരെ മികച്ചൊരു ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. നമ്മൾ ഈ ഗോപ്രോയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ക്വാളിറ്റി ഇതിനകത്ത് കിട്ടും. ഇത് സെൻസർ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ ക്യാമറ ഓൺ ആവുന്നത്. അതായത് നമ്മുടെ അടുത്തേക്ക് വേറെ വാഹനങ്ങൾ, ഈ സെൻസറിൻ്റെ അടുത്തേക്ക് വേറെ വാഹനങ്ങൾ വരികയോ മുന്നിലോ പിന്നിലോ വാഹനത്തിന് തൊട്ടടുത്തേക്ക് വേറെ വാഹനങ്ങൾ വരിക, ഒരാളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നടക്കുക, അങ്ങനെയുള്ള സമയത്തൊക്കെ ഓട്ടോമാറ്റിക്കലിയാണ് ഈ ഒരു ക്യാമറ 360 ക്യാമറ ഓൺ ആവുന്നത്. അതുതന്നെ എന്തല്ലേ വിവിധങ്ങളായ വ്യൂ ഉണ്ട്. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ വിശാലമാണ്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ വാഹനത്തിന് നമ്മൾ AC 2 AC ആണ്, സ്പ്ലിറ്റ് AC എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന AC ആണ് ഈ ഒരു വാഹനത്തിനുള്ളിലുള്ളത്. കാരണം ഇത് ഡ്രൈവർ സൈഡിലേക്കുള്ളത്. ഇത് ഓവറായിട്ടുള്ള കൺട്രോൾ ആണെങ്കിലും ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഒരു AC യുടെ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചസ് ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വശത്തെ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രൈവർ സൈഡിലെ കൺട്രോൾ ചെയ്യാം. സെക്കൻഡ് റോയിലും അത് തന്നെയാണ് വരിക. അപ്പോൾ ഈ സൈഡിലത്തെ വെച്ചിട്ടാണെങ്കിൽ ഡ്രൈവർ സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആ ഒരു ആളിൻ്റെ കൂളിങ് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇവിടെ 24 ആണെങ്കിൽ ഇവിടെ 19 കണ്ടോ, രണ്ടും 2 അത് വളരെ എനിക്ക് ഉപകാരപ്പെടുന്നൊരു ഫീച്ചറായിട്ട് തോന്നി. കാരണം ചില സമയത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ തണുപ്പ് പറ്റില്ല എങ്കിൽ, വളരെ കുറച്ച് തണുപ്പേ പറ്റുള്ളൂ എങ്കിൽ നമുക്ക് മൊത്തത്തിൽ വാഹനത്തിനുള്ളിലെ കൂളിങ് അല്ലെങ്കിൽ 2 AC വെൻറ്റിലെയും അതായത് മുഴുവനായിട്ടുള്ള ആ ഒരു കൂളിങ് നമ്മൾ കുറച്ചിടേണ്ടി വരും. അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇത് 2 ഇതിലും സെപ്പറേറ്റ് ആയതുകൊണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഡ്രൈവർ സൈഡിലെ ആളുടെ ആ ഒരു എത്രയാണോ നമ്മൾ AC-യുടെ ഇതിടുന്നത് അത് തന്നെയായിരിക്കും സെക്കൻഡ് റോയിലും വരിക. ഇതുണ്ടല്ലേ, നമ്മുടെ അടുത്തുള്ളൊരു ഒരു ബൈക്കുകാരനൊന്ന് ക്രോസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് വണ്ടി വാണിന്ന് ഇത് ഓണായത് കണ്ടില്ലേ. അപ്പോൾ ഓക്കെ. അപ്പോൾ പിന്നീട് ഇതിനകത്ത് മറ്റൊരു കാര്യം, ഈ ഒരു സിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്രയാണോ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് അത് തന്നെ അവിടെയും വരും, സെയിം തന്നെയാവും. അതൊരു വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. ഈ വെഹിക്കിൾ ഓപ്ഷനകത്ത് എടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഡ്രൈവേഴ്സ് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഡ്രൈവിംഗ് കൺവീനിയൻസ്, ഡ്രൈവിംഗ് സേഫ്റ്റി, ഡ്രൈവർ അറ്റൻഷൻ വാണിംഗ്, ഇങ്ങനെ 3 ഓപ്ഷനാണ്. പിന്നെ ഒന്ന് പാർക്കിംഗ്
സേഫ്റ്റിയാണ്. ഇത്രയും ഓപ്ഷനാണ് വരിക. ഇതിൽ തന്നെ ഡ്രൈവിംഗ് കൺവീനിയൻസിലേക്ക് വരുമ്പോൾ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഉണ്ടോ, ക്രൂയിസ് കൺട്രോൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് വരിക. സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ അതിലാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡാസിൻ്റെ ഫീച്ചേഴ്സുകളെല്ലാം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നൊരു കാര്യം, ഈ വാഹനത്തിൻ്റെത് പനോരമിക് സൺറൂഫാണ്. വളരെ വിശാലമായൊരു സൺറൂഫ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഇതാ, ഈ ഒരു വലിയ സിസ്റ്റം തന്നെയാണ് മറ്റൊരു പ്രധാന സവിശേഷത. അതിൻ്റെ പകുതി ഭാഗം ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ബാക്കി പകുതി ഭാഗം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമാണ്. മുൻപുണ്ടായിരുന്ന സെൽറ്റോസിൽ ഇത് തന്നെയായിരുന്നു, പക്ഷേ ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് വേറെ ഒരു ഓപ്ഷനാക്കി, അതായത് 2 പോർഷൻ പോലെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് കൃത്യമായിട്ടൊരു കർവ്ഡ് ഡിസ്പ്ലേ പോലെയാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഈ ഒരു ഭാഗം വരെ മാത്രമാണ് ടച്ച് ഉള്ളത്, ഇത് ടച്ച് അല്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ കൺട്രോൾ അടക്കമുള്ള ധാരാളം ഓപ്ഷനുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യം, ഇതിനകത്തെ മോഡുകൾ നമുക്ക് മാറ്റാൻ സാധിക്കും. മോഡുകൾ മാറ്റുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു ക്ലസ്റ്ററിൻ്റെ ഡിസൈനും മാറുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്പോട്ടാണ് കിടക്കുന്നതെങ്കിൽ നേരെ എക്കോ ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറും. അതുപോലെ തന്നെ നോർമൽ ആകുമ്പോൾ അതിനനുസരിച്ച് മാറും, സ്പോട്ട് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറും. ആ ഒരു രീതിയിലാണ് ആ ഒരു ക്ലസ്റ്ററിൻ്റെ ഡിസൈൻ വരുന്നത് അല്ലേ. നമുക്ക് ഏത് ഇതിനാണോ അതിനനുസരിച്ചിട്ട് ആ ഒരു ഡിസൈനും മാറുന്നുണ്ടാകും. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ്. മുൻഭാഗത്തെ 2 സീറ്റുകളും വെൻറ്റിലേറ്റഡ് ആണ്. അതിനുള്ള ആ ഒരു കൺട്രോൾ സ്വിച്ച് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ച് ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിലുള്ള എയർ പ്യൂരിഫയറും കിയ നൽകുന്നുണ്ട്. കിയ, ഹ്യുണ്ടായി തുടങ്ങിയ കമ്പനികളൊക്കെ അവരുടേതായിട്ടുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള, അതായത് വാഹനം വരുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന രീതിയിൽ എയർ പ്യൂരിഫയറുകൾ ഇത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിലും അങ്ങനെ ഒരു എയർ പ്യൂരിഫയർ നൽകിയിട്ടുണ്ട്. വാഹനത്തിലെ എയർ കൃത്യമായി ശുദ്ധീകരിക്കുന്നതിനൊരു പ്യൂരിഫയർ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനം 3 എൻജിൻ ഓപ്ഷനുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, മറ്റൊന്ന് 1.5 ലിറ്ററിൻ്റെ ടർബോ പെട്രോൾ, പിന്നൊന്ന് 1.5 ലിറ്റർ ഡീസൽ. അങ്ങനെ 3 എൻജിൻ ഓപ്ഷനുകളിലാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇതിൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ പവറിലേക്ക് വരികയാണെങ്കിൽ 160 PS ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 253 Nm ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 115 PS ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് 144 Nm ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും പുതിയ കിയ സെൽറ്റോസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യുക. മറ്റൊരു കാര്യം, നമുക്ക് ഇന്ന് ഈ ഒരു വണ്ടി ഷൂട്ടിന് വേണ്ടി തന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കിയയുടെ ഡീലർഷിപ്പ് നെറ്റ്വർക്കായിട്ടുള്ള ഇഞ്ചിയോൺ കിയയാണ്. പാലക്കാട് മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ ഇഞ്ചിയോണിന് സർവീസ് ആൻഡ് സെയിൽസ് നെറ്റ്വർക്കുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാനും അതുപോലെ ടെസ്റ്റ് ഡ്രൈവിനും ഒക്കെ വേണ്ടിയിട്ട് അവരെ സമീപിക്കുക. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ വാഹന വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.